ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping. Moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. Hello Mumbai. Hello Mumbai. Hello Mumbai. Hello Mumbai. നമുക്ക് വേണ്ടത് മുഖ്യമായി 3 കാര്യങ്ങളാണ്. ഒന്ന് ആഹാരം, ഒന്ന് നല്ല വസ്ത്രം, പിന്നെ വേണ്ടത് പാർപ്പിടം. ബോംബെ എന്ന് പറയുന്നത് അമ്പര ചുംബികളുടെ നഗരമാണ്. ഈ ബോംബെയിൽ കൺസ്ട്രക്ഷൻ രംഗത്ത് നിരവധി ആൾക്കാരുണ്ട്. അതിൽ കുറെ അധികം രാജാക്കന്മാരുണ്ട്. അങ്ങനെ ഒരു രാജാവിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ശ്രീ കിഷോർ സോമൻ. ഹായ്, നമസ്കാരം. നമസ്കാരം. നാട്ടിൽ കൊടുങ്ങല്ലൂര് അച്ഛൻ തുടങ്ങിയതാണ്. 1965 ബിസിനസ് തുടങ്ങി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഭയങ്കര കൺസ്ട്രക്ഷൻ രംഗത്തെ രാജാക്കന്മാരുടെ വാഴുന്നൊരു സ്ഥലമാണ്. അവര് മലയാളി എന്ന രീതിയിൽ വല്ല വെല്ലുവിളികളൊക്കെ നേരിടുന്നു. കണ്ടോ ഞങ്ങളുടെ ഈ പ്രൊഫഷൻ ഈ രാജ്യത്ത് വന്ന് തുടങ്ങുമ്പോൾ അതിനായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ, പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും. മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് ദാദാഗിരി ഉണ്ടല്ലേ, അല്ല അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ. ഞങ്ങള് ജനിച്ച നാട്ടിലാണെങ്കിലും ഞാനും എൻ്റെ ബ്രദർ അനൂപ് ഞങ്ങളാണ് ബിസിനസ്സിൽ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ജനിച്ച മാതിരിയാണ്. കാരണം അത്രയും ഫ്ലുവൻ്റ്ലി മറാഠി അറിയാം, എല്ലാം അറിയാം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മാതിരി ജീവിച്ചു പോകണം, അവരെ കൂടി ഒപ്പം ജീവിച്ചു പോകണം, അവരെ കൂടെ ജീവിച്ചു പോകണം. അത് കാരണം ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നേരാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അച്ഛന്റെ ഒരു സമയത്ത് ആ സമയത്തൊക്കെ ഒരുപാട് വെല്ലുവിളി നേരിട്ട് കാണണം ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ ബിസിനസ് തുടങ്ങിയത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു അച്ഛൻ. നാട്ടിലും ബോംബെയിൽ വന്നപ്പോൾ പാർട്ടി മാത്രമേ ഉള്ളൂ, പാർട്ടി മാത്രമേ ഉള്ളൂ. അന്ന് ലെനിൻ അടിച്ച പുസ്തകങ്ങൾ. അപ്പോ അന്ന് ബോംബെയിലേക്ക് വന്ന ഇതില് തീർച്ചയായിട്ടും കണ്ടമാനം ഘടകങ്ങൾ അദ്ദേഹത്തിന് ദാദാഗിരി ഇതൊക്കെ നേരിടേണ്ടി വന്നു. അതിനായിട്ടുള്ള കണ്ടമാനം കഥകളുണ്ട്. അച്ഛൻ അതിൻ്റെ ഒപ്പം ബിസിനസ്സിനൊപ്പം അച്ഛന് കാർഷിക തൊഴിലാളികളുടെയും കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യണം, അവരെയും കുറച്ച് മുകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ള എപ്പോഴൊരു മനസ്സുള്ള ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ എപ്പോഴും ചിന്താഗതി, നമ്മൾ ഒരു 2 റുപ്യ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള കുറച്ച് പൈസയെങ്കിലും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കുറേ കമ്പനീസിൽ അച്ഛനൊരു യൂണിയൻ ലീഡറായിട്ട് കല്യാൺ ബെൽറ്റിൽ വേണമെങ്കിൽ ആ കാലത്ത്, ഇഫ് ഐ എം ടോക്കിംഗ് ഓഫ് 1986, 87 to around 92, അച്ഛനൊരു കൺസ്ട്രക്ഷൻ ലേബേഴ്സിന് വേണ്ടി കോൺട്രാക്ട് ലേബർ അസോസിയേഷൻ അതിൻ്റെ ഒരു ഇത് തുടങ്ങി. 1-2 ഇവിടുത്തെ നേതാക്കന്മാരെ കൂടി അത് ഒരു ഭയങ്കരമായിട്ട് വലിയൊരു സംഭവമാക്കിയിട്ട് അവർക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി, അവരുടെ ഇതിന് വേണ്ടി അന്ന് പോയിട്ട് അനവിധ മീറ്റിംഗ്സ് വിത്ത് ലേബർ കമ്മീഷണർ, വിത്ത് ലേബർ മിനിസ്റ്റർ, അങ്ങനെയൊക്കെ ചെയ്തു. കണ്ടമാനം അന്നുള്ള MLA-മാരൊക്കെ അവരെ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് അവർക്കുള്ള ആനുകൂല്യങ്ങൾ. അന്ന് ESIC ഒന്നും കൺസ്ട്രക്ഷൻ ലേബേഴ്സിന് എക്സ്റ്റെൻഡ് ആയിരുന്നില്ല. PF എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല, ESIC ഉണ്ടായിരുന്നില്ല. വലിയ കോൺട്രാക്റ്റിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അണ്ടർ ദ ഹെഡ് ഓഫ് ദാറ്റ് പാരന്റ് കമ്പനി നമ്മളായിരുന്നു. നമുക്കൊരു ലൈസൻസ് അവർ തരില്ലായിരുന്നു. അപ്പൊ അത് കാരണം ഇന്ന് എല്ലാ കോൺട്രാക്ടേഴ്സിനും അവനവന്റെ PF ലൈസൻസ് ഉണ്ട്, ESIC ലൈസൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ അച്ഛനാണ് നേരിട്ടെടുത്തു. അതെങ്ങനെയാണ് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ രംഗത്തിലേക്ക് വരാനുണ്ടായത്? അച്ഛൻ തുടങ്ങിയതാണോ അത് ബിൽഡിംഗ്? അതെ. അപ്പൊ സ്റ്റാർട്ടിങ്ങില് ഫ്ലാറ്റ് സമുച്ചയം എന്നൊരു അതെ അദ്ദേഹം തന്നെ തുടങ്ങിയതാണ്. അതിന്റെ ഒരു ചെറിയ ഡ്രോപ്പ് ഞാൻ പറഞ്ഞുതരാം. So we started with industrial construction and that was our bread and butter. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇപ്പോൾ ഒരു കോൺട്രാക്ട് തീരുന്നു, പിന്നെ നമുക്കൊരു ചെറിയ ബ്രേക്ക് ഉണ്ടാവും. നമ്മുടെ മസ്റ്ററിൽ കുറേ ആൾക്കാർ നമ്മുടെ റോളിലുണ്ടാവും. അപ്പം അവർക്കൊരു തൊഴിൽ കൊടുക്കാനായിട്ട് നമുക്കൊരു കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ചെറിയ അംബർനാഥ് എന്ന് പറഞ്ഞ ഈ നഗരത്ത് നമ്മൾ ചെറിയ പ്ലോട്ട്സ് മേടിക്കാൻ തുടങ്ങി. അന്നൊക്കെ ഞാൻ സ്കൂളിലാണ് പഠിക്കുന്നത്. സോ മേ ബി അറൗണ്ട് 80s
ഒരു 2-3 പ്ലോട്ട് എപ്പോഴും സ്റ്റോക്കിൽ വെക്കും. അപ്പോൾ കൺസ്ട്രക്ഷനിൽ അച്ഛൻ്റെ പേര് കുറച്ച് അന്ന് നല്ലതായിരുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ ആ പേര് കാരണം ഞങ്ങളുടെ ബ്രാൻഡ് ഇന്നും നടന്നു പോകുന്നു. ഞാൻ കേട്ടത് അച്ഛൻ തന്നെ പോയി നിന്ന് വെള്ളം ഒഴിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ചെക്ക് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹം. അതെ അതെ. അപ്പം മകനും അങ്ങനെയാണോ? അതെ, അച്ഛൻ്റെ അതേ രീതിയിൽ പറഞ്ഞാൽ ഇന്നും ഞങ്ങൾ ഒരു സ്ലാബ് ഉണ്ടെങ്കിൽ 13-14 മണിക്കൂർ ആ സ്ലാബിന്റെ മുകളിൽ നിന്ന്. എത്ര ബിൽഡിങ്സ് ഇതുവരെയും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്? 49 ബിൽഡിങ്സ് ഇതുവരെയും കഴിഞ്ഞു, ചെറുതും വലുതും എല്ലാമായിട്ട് 49 ബിൽഡിംഗ് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് 50ാമത്തെ പ്രൊജക്റ്റ് ആണ്. ഏറെക്കുറെ നമ്മളിപ്പോ 50ാമത്തെ പ്രൊജക്റ്റിൽ വന്ന് നിൽക്കുകയാണ്. ഈ പണ്ടൊക്കെ എന്ന് പറയുന്നത്, പണ്ട് നമുക്കൊരു ഫ്ലാറ്റ് നിങ്ങൾ പറയണു ഇതാണ് ഫ്ലാറ്റ്, നിങ്ങൾ മേടിക്കും, മേ ബി ഒരു 1 ബെഡ്റൂം 2 ബെഡ്റൂം 3 ബെഡ്റൂം. ഇന്ന് അങ്ങനല്ല, ഇന്ന് കസ്റ്റമറാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചാണോ കൺസ്ട്രക്ഷന്റെ ആ ഒരു ശൈലി മാറിയിട്ടുണ്ട്. എനിക്ക് ഇന്ന ഫെസിലിറ്റീസ് വേണം, ഇന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ബിൽഡിംഗ് മതി, അതർവൈസ് വി ഡോണ്ട് വാണ്ട് ദിസ്. അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ പുതിയതായിട്ട് മാറിയിട്ടില്ല ആൾക്കാർ. സോ ബേസിക്കലി നമ്മളൊരു പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഐ മീൻ സേ വെൻ വി ഹാവ് വാക്ക് ത്രൂ അവർ ലൈഫ് ഓഫ് അറൌണ്ട് 49 ബിൽഡിംഗ്സ്, വി ഹാവ് കംപ്ലീറ്റഡ് അറൌണ്ട് 2931 കസ്റ്റമേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മളുടെ ഡെഫിസിറ്റ്സ് വാട്ട് എവർ വി ഹാവ് നോട്ട് ഡൺ, so those lagunas are identified. Okay. We have a marketing cell, I mean, that takes care of, I mean, what were the things that we have lagged on. പിന്നെ നമ്മൾ എന്തൊക്കെ കൂടുതൽ കൊടുത്തോ അതിൻ്റെ ഒരിക്കലും ഒരു കസ്റ്റമർ അതിനൊരു പ്രൈസ് വർത്തി ഈ ബിസിനസ്സിൽ ഇല്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് കസ്റ്റമർ ഡസൻ ഗ്രംബിൾ ബാക്ക് ടു us. മേ ബി ഔട്ട് ഓഫ് ദ thousands of customers, maybe 1 or 2 would have some this, but otherwise customers are really happy with us. Sure. And then today there is a forum called RERA which is in existence. Yeah. ഞങ്ങൾ ആ കാലം തൊട്ട് ഞങ്ങൾ മേ ബി സംവെയർ അറൌണ്ട് 1990s we used to sell by measurement. Okay. We used to take a cross joint measurement along with the customer, and there was a measurement sheet. സപ്പോസിങ് ഞാനൊരു 650 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു, പക്ഷെ ആ മെഷർ ചെയ്യാൻ നേരത്തെ 652 ആണെങ്കിൽ ഞങ്ങൾ 2 സ്ക്വയർ ഫീറ്റിന്റെ പൈസ മേടിക്കും. അത് 48 ആണെങ്കിൽ അപ്പൊ തന്നെ അച്ഛൻ അത് അവിടെ ഓർഡർ ഇട്ട് കഴിയും, ആ 2 സ്ക്വയർ ഫീറ്റിന്റെ കാശ് അന്ന് വിൽപ്പന നടക്കുന്ന ആ വിലയായിട്ട് തിരിച്ചു കൊടുക്കണം. കാരണം അച്ഛൻ പറഞ്ഞത് അദ്ദേഹം തന്ന പൈസ അല്ലല്ല, നമ്മൾ ഈ 2 സ്ക്വയർ ഫീറ്റ് നമ്മുടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും 2 സ്ക്വയർ ഫീറ്റ് കൂടിയിട്ടുണ്ട്, അപ്പൊ ഇന്ന് നമ്മൾ വിൽക്കുന്നത് അവിടെ ആ റേറ്റ് ആണെങ്കിൽ ആ റേറ്റിൽ നമ്മൾ തിരിച്ചു. നമ്മുടെ ബൈയിങ് പവർ കൂടിയില്ലേ? ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നതാണ് ഈ 1 ബെഡ്റൂം ഒക്കെ പോയി ഇല്ലേ? ഉണ്ടോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ? അല്ല, കാറ്റഗറൈസേഷൻ വെച്ച് ഫോർ എവറി പ്രൊഡക്റ്റ് ദർ ഈസ് എ മാർക്കറ്റ്. Every product that ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്തതാണ്. So we are not into the affordable housing, and we can never be into the affordable housing. Okay. We have always been into luxury segment in Ambarnath and Kalyan. What we എന്തൊക്കെ ഡിമാൻഡ് ആയിരിക്കും കസ്റ്റമേഴ്സ് ചോദിക്കുക ഒരു ആഡംബര ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ? When you say a luxury flat. So let me tell you, I mean, so how it. So way back in 2000s, the initial 2000s, there was no automatic lift. Okay. To the city of Ambarnath, we were the first to introduce automatic even to Ambarnath, and then Badlapur, we were the first to. Okay. Then late in Kalyan in 2012, we were the first people to introduce car lift. Now people, the commissioner of KDMC himself didn't know ki car lift engane aayirikku, how it flies, how it will take you at. On the top building ആണോ അതോ underground ലോട്ടാണോ? No, so it is over. Okay. So we were always. So my brother Anup always keeps telling, we are not developers, we are not builders, we are creators. So 2014, can say we are solution providers. We are solution providers, and we want people to upgrade their quality. We want to uplift the lifestyle that they are living. You know that. See, everyone builds a house. There are 1,000 developers in and around Thane district. നമ്മൾ ചില കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കുറെ നാൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫേസ് ഉണ്ട്, എസ്പെഷ്യലി മലയാളീസ്. കാരണം മലയാളികളൊക്കെ സംബന്ധിച്ചോളം നമുക്കൊരു വീട് വേണം എന്ന് മാത്രമാണ് അവരുടെ സ്വപ്നം. അതിനുവേണ്ടി മാത്രം ആണ് മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു പാർപ്പിടം അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ചതിക്കപ്പെടുന്നു. ഇവൻ ബോംബെയിലുണ്ട്. ഇപ്പൊ ഈ ഇതാങ്ങളി പറഞ്ഞ പോലെ റേറെ എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ ഇതൊക്കെ വന്നത് കൂടാതെ തന്നെ എന്നാലും വേറെ എന്തൊക്കെ നമ്മൾ നോക്കണം ഒരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ? ഇനി അങ്ങനെ അബദ്ധവശാൽ അങ്ങനെ അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആയിരിക്കും അതിനെ ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ടത്? റേറ വന്നു കഴിഞ്ഞിട്ട് അങ്ങനത്തെ സംഭവങ്ങള് ഇന്നിപ്പോ ഒരു വളരെ അപൂർവമായെന്ന് പറയാം. എക്സാമ്പിൾ നമുക്ക് തിരിച്ചു വരാം. 2030 എനിക്കൊരു ബിൽഡിംഗ് തീരണം.
പക്ഷെ നിങ്ങൾ തരാൻ പോകുന്നത് 2032 ഇപ്പൊ 2 വർഷം എനിക്കത് Delay, ഡിലേ ആണെങ്കിൽ ഈ കസ്റ്റമറിന് എന്തെങ്കിലും ഫോഴ്സ് മേജറിലായിട്ടുള്ള ഡിലേകളാണെങ്കിൽ നമുക്ക് കുറച്ച് സഹിച്ചേ പറ്റൂ. നമുക്ക് അല്ല, അതൊക്കെ നമ്മൾ ഒരു ആക്ട് ഓഫ് ഗോഡ് എന്ന് എഴുതി അങ്ങ് വിട്ട് കളയും. Okay, അതല്ല ഞാൻ ചോദിച്ചത്. എന്തായാലും അത്രേ ഉള്ളൂ. ഇന്ന് റെറ ഒരു MCHI ക്രെഡായി എന്നിട്ടുള്ള ഒരു ഫോറം ഉണ്ട്. ഈ എല്ലാവരും റേറയില് ഇത് ചെയ്തിരിക്കണം, മസ്റ്റ് ആൻഡ് ഷുഡ് ആണ്. അതെ 9 ഫ്ലാറ്റിൽ കൂടുതലുള്ള ഫ്ലാറ്റും 500 സ്ക്വയർ മീറ്ററിൽ കൂടുതലുള്ള പ്ലോട്ടും റെറയിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഏതൊരു ഡെവലപ്പർ ഇന്ന് അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സബ് രജിസ്റ്റർ നിങ്ങളുടെ എഗ്രിമെന്റ് തന്നെ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ തരത്തില്ല. നാളെ എനിക്കൊരു ബിൽഡർ ആവണമെങ്കിൽ എനിക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണം, അങ്ങനെ വല്ലതും ഉണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ പഞ്ചസാര വിൽക്കുന്നവനാണെങ്കിലും ഒരു വെജിറ്റബിൾ വിൽക്കുന്നവൻ ആരായാലും ഇവിടെ ബിൽഡർ ആവാം. നമുക്ക് അതിനുള്ള ഫണ്ട്സ് നമ്മളുടെ അടുത്തുണ്ടെങ്കിലും ഒരു ലാൻഡ് ബാങ്ക് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു ബിൽഡർ ആവാം. ഏറ്റവും കൂടുതൽ വെളുപ്പിൽ നിന്നും കറുപ്പിലേക്ക്, കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് മാറ്റുന്ന ഒരു ബിസിനസ് ആണെന്നൊക്കെ പറയാറുണ്ട്. കിഷോർജിയുടെ എത്രയുണ്ടാവും തമാശക്ക് ചോദിച്ചാൽ. ഞങ്ങളുടെ ഈ പ്രദേശത്തിൽ പൈസയ്ക്ക് ഒരു നിറമില്ല. അപ്പോൾ ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കൺസ്ട്രക്ഷനെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചെയ്യാറുണ്ട് ആൾക്കാർ. ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടും. ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ, ഫ്ലാറ്റിലും അല്ലെങ്കിൽ കൺസ്ട്രക്ഷനും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഏതാണ് ഏറ്റവും ബെസ്റ്റ്? ഗോൾഡില് താങ്കൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും, ഒരു 2000 ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ മതിപ്പ് വന്നേക്കണത് ഒരു 2019 കഴിഞ്ഞിട്ടാണ്. 2018, 17 വരെയൊക്കെ 7000, 8000 വരെയൊക്കെ കളിച്ചുകൊണ്ടിരുന്നിരുന്ന ആ ഗോൾഡ് സഡൻലി 19, 20 കഴിഞ്ഞിട്ട് അത് പിന്നെ അതിനുശേഷം ഇപ്പൊ നമുക്ക് ഇതിലേക്കുള്ള ഈ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു പരിപാടി വളരെ കുറഞ്ഞിട്ടുണ്ടോ? പൊതുവെ ആൾക്കാർ പണ്ട് ഈ ഫ്ലാറ്റിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺസ്ട്രക്ഷനിലും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞിട്ടുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആസ് എ ഡെവലപ്പർ ഇൻവെസ്റ്റ്മെന്റ് ഹാസ് ഇൻക്രീസ്ഡ്. ഓക്കെ. ഇന്ന് ഒരു ഫാമിലിയിൽ കുട്ടികൾക്ക് വേണ്ടി റിക്രിയേഷൻ വേണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹെൽത്ത് ഫ്രീക്സ് ആണ്. അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു ജിം അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള ഇത് വേണം. സോ ദർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് ദാറ്റ് കം ഇൻ ടു കോസ്റ്റ്. പണ്ട് ഞാൻ ആസ് ഐ സെഡ്, സ്റ്റാൻഡ് അലോൺ ബിൽഡിംഗ് ആണെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ ഒരു ജിം ഉണ്ടാക്കുകയാണെങ്കിൽ ഫോർ അവർ കമ്പനി വി ടേക്ക് ഓൺലി ദ ഇന്ത്യാസ് ബെസ്റ്റ് കമ്പനി ഫോർ അവർ പ്രൊഡക്ട്സ്. ഇഫ് വി ആർ ടേക്കിംഗ് ഫോർ എക്സാമ്പിൾ ഒരു ബാത്റൂം എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതും എൻ്റെ other my colleagues or other builders would also be making a bathroom. So for me a bathroom will cost 2 lakh rupees. Okay. Because then I take all the imported fittings where you feel that you are having a 5-star stay. We see that when a customer or when a buyer, we always tell our clients or our guests, so when my guest books a flat with me, അൾട്ടിമേറ്റ്ലി അവർ താമസിക്കുന്ന ആ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവണം. ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവണം. പെർ മാർക്കറ്റ്സ് ഒരു എൻ്റെ അപ്പുറത്തുള്ള ഒരു ഡെവലപ്പറിൽ നിന്ന് മേ ബി a couple of lakhs എക്സ്പെൻസീവ്. ക്വാളിറ്റി ചെക്ക് ചെയ്യാറുണ്ടോ അതിനെ കുറിച്ചിട്ടൊക്കെ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളതെല്ലാം പ്രോമിസ് ചെയ്യാറില്ലല്ലോ ഇതിലൊന്നൊരു കൊട്ടേഷനിൽ. അത് താങ്കളായിട്ടത് കൊടുക്കുന്നതാണ്. അതായത് സോമൻസ് കൺസ്ട്രക്ഷൻ വന്നാൽ ഇത് കിട്ടും, അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അഗൈൻ ഐ വിൽ കം ബാക്ക് ടു വാട്ട് മൈ ഡാഡ് യൂസ്ഡ് ടു ഓൾവേസ് ടെൽ മീ. 18 കൊടുക്കണമെങ്കിൽ 16 പറയാവൂ. 16 പറഞ്ഞിട്ട് 18 കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സന്തോഷം മനസ്സിലുണ്ടാവും. 18 പറഞ്ഞിട്ട് 16 കൊടുക്കുകയാണെങ്കിൽ. പക്ഷെ ഈ ബിസിനസ് എന്ന് പറയുന്നത് പണ്ടൊരു തമാശ പറഞ്ഞാൽ ഈ തട്ടാന്മാരൊരു കേസുണ്ട്, തട്ടാൻ തൊട്ടാൽ 10 അതുപോലെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. കാരണം അവിടെ എന്താണ് മിക്സ് ചെയ്യുന്നത്, ഏത് കമ്പി ഇടുന്നത്, അതിനെ കുറിച്ചൊന്നുമില്ല. ഇപ്പൊ പരസ്യങ്ങൾ വന്നപ്പോൾ മാത്രമാണ് മനസ്സിലാക്കിയത് ഇന്ന കമ്പി വേണം അല്ലെങ്കിൽ ഇന്ന സിമെന്റ് വേണം എന്നൊരു കൺസെപ്റ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയത് അല്ലേ. കൂടുതൽ സെക്യൂരിറ്റൈസ്ഡ് ആണ്. ഫ്ലാറ്റ് ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ്. പിന്നെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ അതിനായിട്ടുള്ള ഒരു സന്തോഷം, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, പാർക്ക് ഉണ്ടാവും, ഹെൽത്ത് ക്ലബ്സ് ഉണ്ടാവും. പിന്നെ ഞാൻ ഈ പുതിയ കുറെ ഫ്രണ്ട്സ് ജനറേഷനൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അവർക്ക് IT ഫീൽഡിലെ ആൾക്കാർ അവർ പറയണത് വി ഡോണ്ട് വോണ്ട് ടു ബൈ എ ഫ്ലാറ്റ്. ഞങ്ങൾ താമസിക്കാൻ ഇഷ്ടം. ആ റെന്റ് എത്ര വേണേ കൊടുക്കും, വേണമെങ്കിൽ ഈസ് റെഡി ടു പേ $60,000. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഫോർ ഹിം. കാരണം അവരുടെ സാലറി ഇറ്റ് സെൽഫ് ഈസ് വെരി ഹൈ. അവർക്ക് മേടിക്കാൻ താല്പര്യമില്ല. അവർ നല്ല ടോട്ടൽ എല്ലാ ഫെസിലിറ്റി ആയിട്ട് ഒരു ഫ്ലാറ്റിൽ പോയി താമസിക്കുന്നു. 2-3 വർഷം അവർ പോകുന്നു. കാരണം ഇവിടെ ഒരു ഫ്ലാറ്റിന് 3-4 കോടി രൂപയുണ്ട്. അവന്റെ ബുദ്ധി ഭയങ്കരമാണ്. ഈ 4 കോടി രൂപ ബാങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഈ വുഡ് ഹാവ് ഇൻവെസ്റ്റിംഗ് സംവെയർ എൽസ്. ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എന്താ തോന്നുന്നത്?
So even for him to stay and pay that rent, there has to be someone who has booked it. That is fine. So that's it. So that's it. പക്ഷെ എന്നാലും പുതിയ ആൾക്കാരും അതിലേക്ക് വന്ന് മേടിക്കുന്നില്ലെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. I mean, I have many customers on my list. I mean, who book the flat not for his own living, or he would give his own house, existing house, on rent, and he would come and stay here. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒരു 5-8 ഫ്ലാറ്റ് ഒക്കെ മേടിച്ചാൽ മതി. തീർച്ചയായും. നാട്ടിലൊരു കൺസെപ്റ്റ് ഉണ്ട്, അറിയോ? കേട്ട് കാണുമെന്ന് എനിക്കറിയില്ല. നാട്ടിൽ കൂടുതൽ ഫ്ലാറ്റും വീടും ഉള്ളത് പൂട്ടി കിടക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നവരാണ്. ഇപ്പൊ വേറെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ ഇത് ഫീൽഡിലേക്ക്, അതർ ദാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് എന്തൊക്കെ ചെയ്യണമെന്നാണ് താങ്കൾ ഒരു ആഗ്രഹം? We are already there into food business as a retail partner with some 2 brands, and we are into leasing. So അത് കഴിഞ്ഞിട്ട്, I mean, food, of course, I want to get into it. Okay. Some good leading brands. മക്കള് രണ്ടുപേരും ഇതിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? രണ്ടുപേരും IT-ലാണ്. അനിയന്റെ മകളും ഷീ ഈസ് എ ബയോടെക് എഞ്ചിനീയർ ആൻഡ് ഷീ ഈസ് ഓൾസോ പർസ്യൂയിങ് ഹെർ മാസ്റ്റേഴ്സ്. 3 പേരും IT ഫീൽഡിലാണ്. ഞങ്ങളുടെ ഈ ബിസിനസ്സിലേക്ക് 3 പേർക്കും താല്പര്യമില്ല. താങ്കളുടെ ഒരു ഡ്രീം പ്രൊജക്ട് എന്താണ്? ഡ്രീം പ്രോജക്റ്റ്, I mean, you mean construction? Yes. ഒരു ബിൽഡിംഗ്, അടുത്തൊരു ബിൽഡിംഗ് പണിയാൻ പോകുന്നു. ഇനിയിപ്പോ എല്ലാരും പറയുന്നത് എല്ലാം ഓട്ടോമാറ്റിക്കിലേക്ക് മാറുകയാണ്. അങ്ങനെ ഒന്ന് വരുവാണെങ്കിൽ ഇനിയും അടുത്ത ഒരു 20, 50, 30 വർഷം ശേഷം. So here I'm sorry for so here for the first time we are bringing a robotic mechanized parking. Okay, that's the first time in Thane district. Okay. എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും. Fully automatic. It will work on your card system. So you have parked your car and it goes into something. When you come to take back the car, the screen will show you where your car is, and you just have to punch out. ഈ ഒരു കള്ളത്തരം മോട്ടിക്ക് അങ്ങനെ ഒരു കാലത്തെ കൂടെ ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാം AI മൂവ്മെന്റിലൂടെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ ബോംബെ, അല്ലെ? അവിടെ അപ്പൊ ഇനി ആ ഒരു ഡ്രീം പ്രൊജക്റ്റിൽ എന്നത്തേക്ക് ഉണ്ടാവും എന്നാണ് ചെയ്യാൻ പോകുന്നത്? We are ready for it. താങ്കൾ താമസിക്കുന്നത് ഫ്ലാറ്റിലാണോ ഇൻഡിപെൻഡന്റ് വീട്ടിലാണോ? ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഒരു മാതൃകയാകാന്ന് വിചാരിച്ചു. ഓക്കെ, വി ആർ കമ്മിങ് ടു ദ കൺക്ലൂഷൻ. ഇപ്പൊ എനിക്ക് നാളെ ഒരു ഫ്ലാറ്റ് ഞാൻ മേടിച്ചു, എന്നെ ആരെങ്കിലും ചതിക്കപ്പെട്ടാൽ, എനിക്കിതൊന്നും സംഭവിച്ചാൽ എനിക്ക് ഏതൊക്കെ മൂവ്മെന്റിലൂടെ ഞാനത് ചെയ്യാം? ആദ്യം തന്നെ അവിടെ അടുത്തുള്ള MCHI ക്രെഡായി ഓഫീസിൽ പോവാ. അവിടെ വീക്ക്ലി ഫോറംസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളിവിടെ ഉള്ള കല്യാൺ ഫോറമിൽ I am also one of the members. We address every customer in a month. We give them token numbers and we sit and see the plea. അത് കഴിഞ്ഞിട്ട് ആ ഡെവലപ്പറായിട്ട് ഞങ്ങൾ അവരെ വിളിച്ചിട്ട് പിന്നെ ഒരു മീറ്റിംഗ് നടത്തും. So we work out a via media, and then whatever the media says, this is authorized by RERA and by the government. So whatever that punch or whatever that committee says is as good as a court hearing. ഓക്കെ, ഇനി ഞാൻ ഒരുപാട് ബിൽഡിംഗിൽ റീകൺസ്ട്രക്ഷനിലേക്ക് പോകുന്നുണ്ട്. റീകൺസ്ട്രക്ഷന് പോവുകയാണെങ്കിൽ എനിക്കൊരു ഫ്ലാറ്റ് ഉള്ളത് 2 ബെഡ്റൂം ഹാൾ കിച്ചണാണ്. സേ എക്സാമ്പിൾ, ദിസ് ഇസ് 1000 സ്ക്വയർ ഫീറ്റ്. എന്തായിരിക്കാം എന്റെ ഡിമാൻഡ്? അത് ഡിപ്പെൻഡ് ഓൺ നമുക്കാണോ, അതോ ഇങ്ങനൊരു ഇതുണ്ടോ താങ്കൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ തരുമെന്നുള്ളത്? സാധാരണ രൂപത്തിൽ going by the calculation, the developer should be giving you anything between 7 and 10%, not more than that. 7% to 10%. 7 to 10%. That's of the existing. Okay. If he is promising you more, you have to check. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം? കാരണം പലരെ വിചാരം ഇപ്പം ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് എനിക്ക് 2 ബെഡ്റൂം കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫുൾഫിൽ ചെയ്യില്ലെങ്കിൽ നമുക്ക് കേസിന് പോകണം. പിന്നെ പക്ഷെ കേസിന് പോലെ വർഷങ്ങളോളം കേസ് കിടക്കുന്നു മാത്രമേ ഉള്ളൂ, താമസിക്കാനും പറ്റൂല. നമ്മൾ ഒരു ഡെവലപ്പറിന്റെ പ്രോഫിറ്റബിലിറ്റിയും കൂടി ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഡെവലപ്പർ നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ട് ചെയ്യണ പീരീഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെന്റ് തരുന്നു, എല്ലാ പെർമിഷൻസും ലൈസൻസും ആ പ്രൊജക്റ്റിന് വേണ്ടി ചെയ്യുന്നു. കൺവെൻസ് ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ കൺവെൻസ് നിങ്ങളുടെ ബിഹാഫിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നിറച്ചിട്ട് നിങ്ങളുടെ പേരിൽ ആദ്യം കൺവെൻസ് ചെയ്യുന്നു, നിങ്ങളുടെ സൊസൈറ്റിയുടെ പേരിൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിന് കൺസ്ട്രക്ഷന് വേണ്ടി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് എത്ര ബിൽഡിംഗ് ഉണ്ടായിരുന്നു അത്രയും കൺസ്ട്രക്ട് ചെയ്തിട്ട് ഏറെക്കുറെ പിന്നെ കിട്ടാൻ പോണത് ഒരു 1 കമ്പോണൻ്റ് ആണ്. ഐ മീൻ ജനറലി ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, other than Bombay, the component is 2 on your existing area. Okay. So, simple maths. 500 square meter, he gets 2, that is 1000 square meters. Okay. If he has given the 500 square meter was already been consumed by you while you were staying there in the existing building. Now, what he gets as a leverage is the 500 square meter in which he has to set off all these expenses, what I just enumerated. So, that means you mean to say only 10% is more what you will get. So 500 square meter. So simple. 50 square meter. See, 50-50 is the weightage.
Okay. Out of the 50, he has to do the construction of the full 100%, Okay. which if you see, which will go to around 37%. Ah, yeah. And then he is giving you added 6%, which makes it 44%. Then what about He you? is just left with 7%. He has to exist. അല്ല, അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇതുവരെയ്ക്കുള്ള നമ്മുടെ ഒരു അക്കോമഡേഷൻ, അതായിരിക്കും ഒരു 10 വർഷം എടുക്കും, 5 വർഷം എടുക്കുമായിരിക്കും. അതുവരെയ്ക്ക് എനിക്ക് റെന്റ് ഒക്കെ അവർ തരണ്ടേ? അതാണ് ആ 38% പഠിച്ചത്. നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്ലസ് നിങ്ങൾക്ക് തരുന്ന റെന്റ്. അല്ല, റെന്റ് അത് എപ്പോഴാ കിട്ടേണ്ടത് നമുക്ക്? ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് മാത്രമേ തരുള്ളൂ, അത് അതിന് മുമ്പ് തന്നുകൊണ്ടിരിക്കുമോ? നിങ്ങളുടെ ബിൽഡിംഗ് എന്ന് അവര് പൊസഷനിൽ എടുക്കുന്നു ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് ടേക്കിംഗ് പൊസഷൻ ആൻഡ് ഓർ ദ ഡിമോളിഷൻ, വിച്ച് എവർ ഈസ് ലേറ്റർ, ഓക്കെ, till the date when you are given the possession with the OC completion. പൈസ തന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട്, പക്ഷെ കേസിന് പോയിട്ട് കാര്യമുണ്ടോ ഇന്നത്തെ കാലത്ത്? അല്ല, ഇന്ന് സിൻസ് RERA is in place, I don't think builders will try to attempt all this nonsense. ഇൻഡസ്ട്രിയലില് നമുക്ക് മുടക്ക് കുറവാണ്. റിയൽ എസ്റ്റേറ്റില് ലാൻഡ്, ബിൽഡിംഗ്, ലൈസൻസ്, പിന്നെ അതൊരു കസ്റ്റമർ ഓറിയന്റഡ് ആണല്ലോ. തീർച്ചയായിട്ടും കസ്റ്റമർ ഓറിയന്റഡ് ആണ്. അതിൻ്റെതായ പ്രോബ്ലംസും അതെ, കാര്യങ്ങളും. അതെ, അതെ. ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പൊ ചേട്ടൻ ഇൻഡസ്ട്രിയുടെ കാര്യം ചോദിച്ചോണ്ടാ, ഇപ്പൊ ഒരു 6-7 മാസം കഴിയുമ്പോൾ ഇതിന്റെ വേറെ ഒന്ന് ബാത്റൂമിന് പ്രശ്നമുണ്ടായി, അപ്പൊ തന്നെ ബിൽഡേഴ്സ് വിളിക്കില്ലേ? തീർച്ചയായും ഞങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സർവീസ് സെല്ലുണ്ട്. 2 നമ്പേഴ്സ് ഉണ്ട്. 2 അതിൻ്റെ അകത്ത്. എത്ര വർഷത്തേക്കുള്ള സർവീസ് കൊടുക്കുന്നുണ്ടാവും? ഇപ്പൊ RERA പറയുന്നത് 5 കൊല്ലമാണ്. പക്ഷെ ഞങ്ങൾ തുടങ്ങി അന്ന് തൊട്ട് അവരെപ്പോ വിളിച്ചാലും ഞങ്ങൾ പോകും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 20 കൊല്ലം ആദ്യം ഉണ്ടാക്കിയ ബിൽഡിങ്ങിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, വല്ലപ്പോഴും അങ്ങനെ വല്ല ഒരു പ്രോബ്ലം വന്നാൽ തന്നെ we would never say no. ആ ചിലപ്പോ പ്രോബ്ലം വരുന്ന അയാൾ എന്തെങ്കിലും എവിടെയെങ്കിലും ആണി അടിച്ച കാരണമായിരിക്കും. പക്ഷെ എന്നാലും we will render our service. We are into a service oriented industry and service is ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണ്? plot title is the biggest challenge. You have paid the owner and then you come across a situation that someone else comes out of the blue and says, I had a investment into it, or my forefathers had a stake into it. Yeah, correct. And so that becomes the biggest challenge. പൊതുവെ ഞാൻ കേട്ടിരിക്കുന്നത്, ഈ നമ്മുടെ ബിൽഡിംഗ് ഒക്കെ പൊസിഷൻ കൊടുത്തതിന് ശേഷം ഈ കൺവിൻസ്ഡ് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് കിട്ടാൻ ഭയങ്കര ലേറ്റ് ആണെന്ന് കേൾക്കുന്നു. ഈ RERA അങ്ങനെ കണ്ടമാനം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പോ ആയിരക്കണക്കിന്, ആസ് പെർ അവർ CREDAI records, more than 50,000 buildings, 50 lakh buildings, out of which 46 lakh buildings are without conveyance dates. That's a big figure. So only 8% has got conveyance. എന്താണ് സൊല്യൂഷൻ? Solution is there is a provision for deemed conveyance. Existence അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഡീംഡ് കൺവെയൻസും ഒരു സാറ്റിസ്ഫാക്ടറി മോഡിലേക്ക് എത്തുന്നില്ല. കുറെ കേസസ് മലയാളീസ് എൻ്റെ അടുത്ത്, വേറെ സ്ഥലത്ത് മലയാളീസ് എൻ്റെ അടുത്ത് വരാറുണ്ട്, കാണിക്കാറുണ്ട്. അതിൽ ഒരു ശരിക്കും അത് അത്രയും ഈസി പ്രോസസ് അല്ല. കൺവെയൻസ് ഡീഡ് പിന്നെ ഇപ്പോൾ ആസ് പെർ ഞങ്ങളുടെ അസോസിയേഷൻ ഇപ്പോൾ ലാസ്റ്റ് ടേമിൽ മുഖ്യമന്ത്രി അടുത്ത് പോയിട്ട് ഈ പ്രോബ്ലം ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന ബിൽഡേഴ്സ് കൺവെയൻസ് ഡീഡ് കൊടുക്കാത്ത കാരണം റീഡെവലപ്മെന്റിന് വേണ്ടി ഒരു വലിയ തടസ്സമാണ്. RERAയിൽ വളരെ I think we are expecting a promulgation, a modification by this April, where they will come out with something called a cancellation sort of thing, which will cut your old builder and you will be allowed to go. That cutoff will be from the date of your old OC. So that will come into force. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഒരു എർത്ത് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു 50 സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്, അത് പൊളിഞ്ഞ് താഴെ വീണു, പിന്നെ എങ്ങനെയായിരിക്കാം നമ്മുടെ കഴിഞ്ഞ ഒരു 30 കൊല്ലമായിട്ട് സീസ്മിക് എർത്തേക്കിന് നമ്മ പറയാ സീസ്മിക് ആണ്. സീസ്മിക് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം ഫാക്ടർ ഓഫ് സേഫ്റ്റിയിൽ സീസ്മിക് ലോഡ് വളരെ ആക്ട് ഓഫ് ഗോഡ് ആണ്. തീർച്ചയായും ബൈ മിസ്റ്റേക്ക് ഇഫ് ഇറ്റ് ഹാപ്പൻസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ താഴത്തെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. നമ്മുടെ കൺസ്ട്രക്ഷൻ മുകളിൽ നമ്മളുള്ള ഒരു പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഐ വുഡ് സജസ്റ്റ് every society should have that. And the NCBs should be in such a way that at least to the 10% അല്ലെങ്കിൽ ഒരു 15% rise per year that happens,
അത് അതിൻ്റെ അകത്ത് കവർ ആവണം. ഫുൾ ബിൽഡിങ്ങിന് തന്നെ കിട്ടണം. പക്ഷെ അതിപ്പോ ഈ വരുന്ന പുതിയ കൺസ്ട്രക്ഷനിൽ അത് കൺസിഡർ ചെയ്യാറുണ്ടോ? ഞാൻ സ്വന്തം താമസിക്കുന്ന ബിൽഡിങ്ങിൽ ഞാനത് ഇനീഷ്യൽ ഇതിൽ 3 കൊല്ലം ഞാൻ തന്നെ MC മെമ്പർ ആയിരുന്നു. ഐ ഗോട്ട് ദ ഫുൾ ബിൽഡിംഗ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ രംഗത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ആൾക്കാർ ചെയ്യാറില്ല. കാരണം ആ ഒരു എക്സ്പെൻസ്, ആ ഔട്ട്ഗോയിങ് എക്സ്പെൻസ് ഒരു റിസ്ക് ഫാക്ടർ അല്ലേ? തീർച്ചയായും. കാരണം വളരെ ചെറിയൊരു പൈസ മതി. 60-70,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിങ്ങിന് മേ ബി ഒരു കൊല്ലത്തിൽ ഒരു 50,000 ഉറുപ്പ്യ അതിൻ്റെ അത് ചെലവുള്ളൂ. അല്ല, ഇതൊരു ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകരുടെ നോളജിലേക്ക് വേണ്ടി. തീർച്ചയായും. അതാ ഞാൻ ആ ഫിഗേഴ്സ് പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റിന് 1,000 ഉറുപ്പ്യ ഒരു കൊല്ലം ചെലവ് വരും ആ ഇൻഷുറൻസ് എടുക്കാനായിട്ട്. അതെല്ലാവരും കൂടി എടുത്തിട്ട് ഒരു നല്ലൊരു ഇൻഷുറൻസ് കമ്പനീനെ സമീപിക്കുക. അതനുസരിച്ച് എന്തെങ്കിലും. കാരണം നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളത് പാർപ്പിടമാണ്. അതൊക്കെയാലും ശ്രീ കിഷോർജി പറഞ്ഞ പോലെ നിരവധി അദ്ദേഹം ഓരോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു. നാളെ കേരളത്തിലും ലോകമെമ്പാടും വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് പ്ലസന്റ് മീറ്റിംഗ് യു. താങ്ക് യു. പ്ലഷർ ഈസ് ours. അങ്ങനെ ഇന്നത്തെ ദിവസവും ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ വഴി അത് എളുപ്പമാണോ എന്നുള്ളതല്ല, അത് ശരിയാണോ എന്നാണ് നമ്മൾ ഇന്നും നോക്കേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഇന്നത്തെ സമയം അവസാനിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുവാൻ മറക്കരുത്. thehelloMumbai@gmail.com. മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women.